ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾ എല്ലാവരും ന്യൂസിൽ കണ്ടിട്ടുള്ള ഒരു സംഭവമാണ്. മുംബൈയില് ഇപ്പോ ഏറ്റവും ഫേമസ് ആയിട്ട് ഇന്നലെ മോദിജി വന്നിട്ട് ഇനോഗ്രേറ്റ് ചെയ്തതാണ്. ഇന്ന് മുതലാണ് ഫസ്റ്റ് ഡേ ഓപ്പൺ ആവാണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സീലിംഗ്. അത് കാണിച്ചു തരാം. നമ്മൾ താമസിക്കുന്നതിന്റെ അടുത്താണ് കേട്ടോ. അടൽ സേതു സീലിംഗ് ആണ്. ഇപ്പൊ നമുക്ക് ബ്രിഡ്ജാണ് നമ്മൾ പോവാൻ പോണത്. അപ്പൊ ബാക്കി നമുക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ പറയാം. അപ്പൊ ഇവിടെ നിന്നുള്ള നമ്മുടെ ഈ നവി മുംബൈ എന്നുള്ള ആളുകൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഇനി നമുക്ക് മുംബൈ സൈഡിലേക്ക് എത്താൻ ഏറ്റവും എളുപ്പമാണ്. സോ ഇന്നാണ് ഫസ്റ്റ് ഡേ കേട്ടോ. ഒന്ന് പോയി നോക്കട്ടെ. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. സോ നമ്മളിതാ സീലിംഗിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും നിർത്തിയിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇതാണ്ടോ, ഇതാണ് കടല്. സത്യം പറഞ്ഞ ഫോഗ് കാരണം ഒന്നും കാണില്ല, ആകെ ഒരു പുകമയം. രണ്ട് സൈഡും കടലാണ്. നവി മുംബൈയുടെ സൈഡ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ സംഭവം അടിപൊളിയാ അല്ലേ. സാധാരണ നമ്മുടെ അവിടുന്ന് മുംബൈ സൈഡിലേക്ക് എത്തുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ട്. എല്ലാവർക്കും അറിയാം, മുംബൈയിൽ താമസിക്കുന്നവർക്ക് അറിയാം. ഇവിടുന്ന് നവി മുംബൈയിൽ നിന്ന് മുംബൈയിലേക്ക് എത്തുക എന്നുള്ളത് ഒരു വളരെ ഹെക്ടിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. റോഡാണെങ്കിലും ട്രാഫിക് ആയിരിക്കും. പിന്നെ എല്ലാവരും പ്രിഫർ ചെയ്യുക വീട്ടിലേക്കൊക്കെ എത്താൻ, കൊളാബയിലേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട് ട്രെയിൻ മാർഗമാണ്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം വന്നതോടുകൂടി വെറും 20 കിലോമീറ്റർ, അതായത് ഒരു ഇത്രയും ഒരു ഹൈവേ ഇതായ കാരണം ഒരു 20-25 മിനിറ്റിൽ നമുക്ക് മുംബൈ എത്താം എന്നുള്ളത്. അത് മാത്രമല്ല, കോസ്റ്റ് ഓഫ് ലിവിങ് ആലോചിക്കുകയാണെങ്കിലും ഒക്കെ മുംബൈ എന്ന് പറയുന്നത് അറിയാം അത്രയും എക്സ്പെൻസീവ് ആണ്. ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് നമ്മുടെ ഈ ഒരു സീലിംഗ് എത്തുന്ന ഏരിയയിൽ താമസിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇപ്പൊ ആ ഒരു സ്ഥലം ഭയങ്കര ഭൂമായിട്ട് അല്ലെ, റിയൽ എസ്റ്റേറ്റ് വഴി നോക്കുകയാണെങ്കിലും ഭയങ്കര ഭൂമായി തേർഡ് മുംബൈ എന്ന് പറഞ്ഞ സംഭവം വരാൻ പോവാണ്. നവി മുംബൈ തന്നെ വേറെ ലെവലായി, വളരെ കോസ്റ്റും കൂടി അല്ല. രണ്ടു തരത്തിൽ നോക്കുകയാണെങ്കിലും എല്ലാവർക്കും എല്ലാം കൊണ്ടും വളരെ 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 നല്ലൊരു സംഭവമാണ് കേട്ടോ. ഇത് സംഭവം അടിപൊളി കേട്ടോ, അടിപൊളി. ഇന്ന് എല്ലാവരും ഒരു എന്താ പറയാ, ഒരു ജോയ് സംഭവമാണ്. എല്ലാവരും അതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അധികം ആളുകൾ ഇപ്പൊ ഇത് കൂടെ ഡ്രൈവ് ചെയ്യുന്നത്. എങ്ങനെ ഫസ്റ്റ് ഡേ അല്ലേ, ഇന്നലെയാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. ഇന്ന് മുതലാണ് ഇത് ഓപ്പൺ. 250 റുപ്പീസ് ടോളാണ് ഒരു സൈഡിക്ക്. പക്ഷെ എന്നാലും അപ്പുറത്തെ സൈഡിൽ കൂടെ നമ്മൾ പോകുമ്പോ അതിനേക്കാൾ കൂടുതലാണ് നമുക്ക് പെട്രോൾ അടിക്കേണ്ടി വരിക. അപ്പൊ അതുകൊണ്ട് നോക്കുമ്പോ അത് മാത്രല്ല ടൈം എന്ന് പറഞ്ഞാൽ അവിടെ സാധാരണ നമ്മള് ഇപ്പൊ വീട്ടിലാണ് നമ്മൾ ഒരുപാട് ഷോപ്പിംഗ് അല്ലെ, കൊളാബ ആ ഭാഗമാണ് ഷോപ്പിംഗ്. പക്ഷെ എല്ലാവരും അയ്യോ വീട്ടിൽ വരെ എത്തണ്ടേന്ന് ആലോചിക്കുമ്പോ ആരും പോവില്ല, ദൂരം ആലോചിച്ചിട്ട്. ഇനി അങ്ങനെ നോക്കുമ്പോ വളരെ അടുത്ത് ഉൾവേ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വളരെ അടുത്താണ് അല്ലെ. ഇത് മുംബൈ എന്ന് പറയുന്നത് സൗത്ത്. നമ്മളെപ്പോഴും ഇവിടെ മുംബൈ എന്ന് പറയുമ്പോ ഇത് നമ്മൾ പോകുന്നത് സൗത്ത് മുംബൈ സൈഡാണ്, അതായത് പണ്ടത്തെ മുംബൈ. അവിടെ ഒന്നും നമുക്ക് താമസിക്കാനോ വേറെ എന്തിനൊന്നും പറ്റില്ല. അവിടെ സ്ഥലമില്ല, ആകെ കൺജസ്റ്റഡ് ആണ് അവിടെയൊക്കെ. പിന്നെ ബിസിനസ് സെന്റർ ആണ്. നമുക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത കോസ്റ്റാണ്. അപ്പോ ഇതാണ് ഏറ്റവും എളുപ്പം ഇപ്പൊ കണക്ട് ചെയ്യുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ അടിപൊളി സംഭവം കലകിയിട്ടുണ്ട്. ഇത് സംഭവിക്കില്ല എന്നുള്ളത് പോലും എന്താ പറയാ ഒരു ഘട്ടത്തില് ആളുകൾക്ക് ആക്ച്വലി നമ്മളിവിടെ നവി മുംബൈയിലേക്ക് വരുമ്പോഴും ഇത് വരും എന്നൊക്കെ പറഞ്ഞാലും വലിയ വരും എന്ന് വിചാരിച്ചു. 21.8 കിലോമീറ്റർ മാക്സിമം കടലിൽ കൂടെ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയമായിരുന്നു എല്ലാവരും. പറ്റും, നമുക്കും പറ്റും, ഇന്ത്യക്കും പറ്റും ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കാൻ. പിന്നെ ഒരു കുറെ ഗുണങ്ങളുണ്ട് ഇനി നവി മുംബൈയിലെ എയർപോർട്ട് അല്ലെ. ഇപ്പൊ അടുത്തതുപോലെ വരികയാണെങ്കിൽ നമ്മൾ പിന്നെയും പെട്ടെന്ന് വരുമെന്ന് വിചാരിക്കാം. നവി മുംബൈയിൽ ഒരു എയർപോർട്ട് വരികയാണ്. 100 കിലോമീറ്റർ 100 ആണ് മാക്സിമം സ്പീഡ്. 100ന്റെ മുകളിലായ ക്യാമറ ഉണ്ട്, ഒരുപാട് ക്യാമറ ഉണ്ട്. ഓക്കെ. അപ്പൊ ഇവിടെ ഒരു റെസ്ക്യൂ സെന്റർ ഉണ്ട്, അതായത് എമർജൻസി സമയത്ത് മാത്രം നിർത്താൻ. പക്ഷെ ഇവിടെ എല്ലാവരും ഇന്ന് നിർത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ടായിരിക്കും എല്ലാവരും ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറഞ്ഞ ഷിപ്പൊക്കെ അവിടെ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ നിർത്താൻ പാടില്ല. ഇത് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് എല്ലാവരും ആ ഒരു ഇതിൽ നിർത്തുന്നതായിരിക്കും. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് എല്ലാവരും ആരുമില്ല, തിരക്കൊട്ടുമില്ല, തിരക്ക് തീരില്ല. മാക്സിമം ആളുകൾ എന്താ ചെയ്യുന്ന ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക.
കുറച്ചു ദിവസം കഴിഞ്ഞാൽ ആ എക്സൈറ്റ്മെന്റ് ആയിട്ട് പോകും. പിന്നെ അത് ബാൻഡ്ര വേളി, പക്ഷെ അവിടെ നിൽക്കാൻ അവിടെ പറ്റുന്നുണ്ടായിരുന്നില്ല. നിൽക്കാൻ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് പറഞ്ഞ പോലെ ബാൻഡ്ര വേളി എല്ലാവരും വന്നു കഴിഞ്ഞാൽ ഒന്ന് കാണുന്ന സീലിംഗ് ആയിരുന്നു. നിങ്ങൾക്ക് അത് ഏതാന്ന് ചോദിച്ചാൽ ലൈലാഗമേ എന്ന് പറഞ്ഞ പാട്ട് അതറിയാത്ത ആരും ഉണ്ടാവില്ല, പൃഥ്വിരാജിന്റെ. അതാണ് ബാൻഡ്ര വേളി സീലിംഗ്. അപ്പൊ അതുപോലെ നല്ല കിടിലനായിട്ട് ഇതും വന്നു. അതിനേക്കാളും ഇതിന്റെ ഇടയിലൊക്കെ ക്രോസ് മാർക്ക് ഉണ്ട്, അപ്പൊ അവിടെ നിർത്താൻ പറ്റില്ല നമുക്ക്. അതെ, മാക്സിമം അവിടെ നിർത്താതെ തന്നെ പോകേണ്ടി വരും. യെസ്. ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് ഈ ബലൂണിന്റെ കുറെ സംഭവങ്ങളും കുറെ അഡ്വർടൈസ്മെന്റും ആ സൈഡ് മുഴുവൻ ആളുകൾ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കല. അതിന്റെയൊക്കെ ആ ഫസ്റ്റ് ഇനോഗ്രേഷന്റെ സംഭവങ്ങളൊക്കെ കാണാനും അതിന്റെ അതാ വെച്ചതൊക്കെ കാണാൻ. ഇവിടെ ഷിപ്പ് വരുമോ? ഷിപ്പ് ഇതിന്റെ അടിയിൽ കൂടെ പാസ് ചെയ്യാം, സ്പേസ് വെച്ചിട്ട്. കാരണം ഇത് ആ ഒരു ഏരിയ ആണ്, പോർട്ടിന്റെ ഏരിയ ആണ് ഇത് ആക്ച്വലി. അങ്ങനെയാണ് ഉണ്ടാക്കിയത്. അങ്ങനെ നമ്മൾ സീ ലിങ്കിൽ നിന്നും ഇറങ്ങി അല്ലേ, അടൽ സേതു. അങ്ങനെ അടൽ സേതു. അതെ, സംഭവം ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് മുംബൈ എത്തി എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അല്ലെ. അതാണ് സാധാരണ മാപ്പിൽ ഇങ്ങനെ കാണിക്കും 1 hour എന്നുള്ളതൊക്കെ. മറ്റേ വഴി കൂടെ ട്രാഫിക്കിലൊക്കെ പെട്ട് എളുപ്പം എത്തുമ്പോഴേക്കും ഇതെന്താ വെച്ചാൽ കടലിന്റെ മുകളിൽ കൂടെ ഒരൊറ്റ പോക്കല്ലേ. അപ്പൊ നമ്മൾ ഇനി പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. നല്ല വിശപ്പ്. ഇപ്പൊ സമയം എത്രയോ? അയ്യോ 1:40. നമ്മൾ ഓൾറെഡി കൊളാബ ഈ ഏരിയയിലേക്കാണ് വരുന്നത് എന്ന് പറഞ്ഞപ്പോ ആദ്യമേ തീരുമാനിച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറെ കാലമായിട്ട് വ്ളോഗ് എടുക്കണം, പോണം എന്ന് വിചാരിച്ചൊരു റെസ്റ്റോറന്റ് ആണ്. ഒരുപാട് നല്ല അടിപൊളി റെസ്റ്റോറന്റ്സ്, നല്ല ഇറാനിയൻ ക്വിസീൻസ്, ഒരുപാട് ഡിഫറെന്റ് ക്വിസീൻസ് ഉള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ഞങ്ങൾ കുറെ കാലമായി വരണം വിചാരിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ സൗത്ത് ഇന്ത്യൻ, നമ്മുടെ ഏരിയയിലെ സൗത്ത് ഇന്ത്യൻ നല്ല ഫുഡ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് ഫൗണ്ടൻ പ്ലാസ വീട്ടില്, പിന്നെ ഉള്ളത് ഡീലക്സ്. അത് ഭയങ്കര അടിപൊളി ഫുഡാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്കും കൂടെ പരിചയപ്പെടുത്തുക. ആരെങ്കിലും പോയിട്ടില്ലെങ്കിൽ പോകാലോ വിചാരിച്ചാൽ ഞങ്ങൾ കുറെ കാലമായി വിചാരിക്കുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് സൗത്ത് ഇന്ത്യൻ പോവാം അല്ലെ. അങ്ങനെ നമ്മള് ഫോർട്ടിലെത്തി, CSTയിലെത്തി. ഇവിടെ പേയൻ പാർക്ക് ഉണ്ട്, അവിടെ വന്നിരിക്കും. അവിടെ വണ്ടി പാർക്ക് ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വിചാരിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ്സിലും ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ വന്നപ്പോഴാണ് മനസ്സിങ്ങനെ മാറുന്നുണ്ടോ എന്നൊരു സംശയം. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇവിടെ ഫേമസ് ആയിട്ടുള്ള ബക്ലാവ, ടർക്കിഷ് ഡിഷുകളും ഇറാനിയൻ ഡിഷുകളും മുതൽ പിന്നെ നല്ല കീമ പാവ് കിട്ടുന്ന, നല്ല കോണ്ടിനെന്റൽ കിട്ടുന്ന, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് റെസ്റ്റോറൻറ്റ്സ് ഉള്ള ഭയങ്കര പോഷ് ഏരിയ ആണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ ഫോറിനേഴ്സ് ഒക്കെ വന്നാലും കഴിക്കാൻ പറ്റുന്ന ഒരുപാട് അങ്ങനത്തെ റെസ്റ്റോറൻറ്റ്സ് ഉള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാം. അതല്ലാതെ നമ്മുടെ ഫുഡ് തന്നെ വേണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡീലക്സ് വളരെ നല്ല റിവ്യൂ ഉള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ ഇവിടെ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. കഫേ ടൈപ്പ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നല്ല നല്ല അടിപൊളി സംഭവങ്ങളുണ്ട് കേട്ടോ. എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മൾ എവിടെ പോകണം, ഞാൻ എല്ലാ പ്രാവശ്യം ഇവിടെ വരുമ്പോ ഡീലക്സ്, ഫൗണ്ടൻ പ്ലാസ എന്നൊക്കെ പറഞ്ഞു വരും. പക്ഷെ വന്നു കഴിയുമ്പോൾ വേറെ നല്ല നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ്സ് കാണുമ്പോൾ അങ്ങോട്ട് പോവാറാണ് പതിവ്. പക്ഷെ ഇന്ന് ഞാൻ മനസ്സ് മാറില്ല എന്ന് തന്നെ വിചാരിക്കുന്നു. എനിക്ക് ഡീലക്സിൽ പോകണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. നോക്കാം. അങ്ങനെ ഒരു 3 മണിക്കൂർ ക്യൂ നിന്നിട്ട് ഞങ്ങൾ ഇതിന്റെ ഉള്ളിൽ കയറി. ഇത്രയും തിരക്കുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ ടേസ്റ്റ് അത്ര ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നല്ല റിവ്യൂ ഉള്ളതാട്ടോ. അപ്പൊ നമ്മളിവിടെ ഞാൻ വന്നിരിക്കുന്ന, ഞാൻ പറഞ്ഞില്ല, എനിക്ക് ബിരിയാണി കഴിക്കാനാണ്. ഇവർക്ക് പല പ്ലാൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ പൊറോട്ടയിലേക്ക് തന്നെ എത്തി. ഒരുപാട് ഇന്നത്തെ സ്പെഷ്യൽ ഡിഷുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് സീ ഫുഡ് ഐറ്റംസ് ഉണ്ട്. അടിപൊളി പൊറോട്ട, അടിപൊളി കറി. വയറ് ഫുള്ളായി. സമയം 4 മണിയായി. അയ്യോ, പക്ഷെ നല്ല ഫുഡാണ്. ഇപ്പോഴാണ് തിരക്കൊന്ന് കുറഞ്ഞത്. ഫൈനലി 4 മണിയായി. ഞങ്ങളൊന്ന് പുറത്തിറങ്ങി. 2 മണിക്ക് വന്നതാ. 2 മണിക്കൂറായി വെയിറ്റ് ചെയ്ത് ഉള്ളിൽ കയറി. ഇന്ന് ഇതും കൂടെ വീക്കെൻഡും കൂടെ ആയതിന്റെ തിരക്കുണ്ടാവും. ഇപ്പൊ പുറത്തുള്ള തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞു, എന്നാലും വെയിറ്റ് ചെയ്യുന്നുണ്ട് ആളുകള്. അയ്യോ, ഫുഡ് നല്ല ഫുഡാണ് കേട്ടോ. അതായത് നമുക്ക് കേരളത്തിലെ ഫുഡ് കിട്ടുക എന്നുള്ളത് ഇവിടെ വളരെ കുറച്ച് റെസ്റ്റോറൻറ്റ്സിലേക്ക് കിട്ടുള്ളൂ. ഒന്ന് ഇവിടെ തന്നെ ഉണ്ട്, പിന്നെ ഇതിന്റെ അപ്പുറത്ത് കൂടെ പോയാൽ
ഫൗണ്ടൻ പ്ലാസ നല്ലതാണ്. റഹ്മത്ത് എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട്, അതും നല്ലതാണ്. പിന്നെ ചേമ്പൂരൊക്കെ അല്ലേ, ഈ ഏരിയയിലെ ഏറ്റവും നല്ലത് ഈ ഡീലക്സും ഫൗണ്ടൻ പ്ലാസ തന്നെയാണ് കേട്ടോ. ബിരിയാണി നന്നായിരുന്നു, നമ്മുടെ നാട്ടിലെ ആ ഒരു കോഴിക്കോട് ബിരിയാണിയുടെ അതേ ടേസ്റ്റ് ആയിരുന്നു. പൊറോട്ടയും അടിപൊളിയായിരുന്നു. കുറെ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ ആക്ച്വലി നമ്മള് പുറത്ത്, മുംബൈയിലുള്ളവർക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇവിടെ പുറത്തുനിന്ന് വരുന്നവർക്ക് ഇവിടെ ഒന്നും പോയി വെറുതെ ടൈം കളയരുത്. ബിക്കോസ് ഇവിടെ നല്ല കിടു അടിപൊളി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. എന്താ പറയാ അല്ലെ, കേരളത്തിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാലോ ഇതാണോ അപ്പൊ നമ്മുടെ ഫുഡ് എന്ന് തോന്നും. പക്ഷെ ഞങ്ങളെ പോലെയുള്ള മുംബൈയിൽ താമസിക്കുന്നവർക്ക് ഇതൊക്കെ ഒരു സ്വർഗമാണ്, സ്വർഗം. അല്ലെങ്കിൽ നല്ല ഫുഡാണ്. പക്ഷെ ഇവിടെ പൊതുവെ ഞാൻ പറയുകയാണെങ്കിൽ ഞങ്ങൾ എപ്പോഴും പോവാറില്ല. ഇവിടെ കുറെ ഡൽഹി ദർബാർ, പിന്നെ കുറെ കഫേസ് ഒക്കെ ഉണ്ട്, കാണിച്ചു തരാൻ പോകുന്ന വഴിക്ക്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ രംഷേട്ടൻ എപ്പോഴും ഭയങ്കര നൊസ്റ്റാൾജിക് ആണ്. വേറൊന്നല്ല, എന്താണ് പറയൂ, കുറ്റിപ്പുറത്ത് നിന്ന് വണ്ടി കയറി നേരെ വന്ന് ലാൻഡ് ചെയ്തത് ഈ ഗള്ളിയിലാണ്. ആദ്യം ജോലി ചെയ്ത ഓഫീസ് ബിൽഡിംഗ് ആണ് ഇവിടെ ഉള്ളത്. ഓഫീസ് പോലും ഇല്ല, ഓഫീസ് പോലില്ല. ഞാൻ അന്വേഷിക്കാം, ഞാൻ വന്നിട്ടില്ല. പിന്നെ അതിന്റെ ശേഷം അവരുടെ അടുത്തേക്ക് വന്നില്ല. ഫസ്റ്റ് കമ്പനി ഇവിടെ വന്നിട്ട് അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഈ ഒരു ഗള്ളിയിലാണ്, ഒരു ഗള്ളിയാണ്, ചെറിയ ഗള്ളികളാണ് ഉണ്ടാവുക ഇവിടെ. അപ്പൊ അതാ ഈ ബിൽഡിംഗ് ആണ്. ഇതിന്റെ മുകളിൽ കൂടെ ഒരു കോണി ഇങ്ങനെ കയറിയിട്ട് മുകളിൽ. അപ്പൊ ഞാൻ അവിടെ താഴെ ചോദിക്കായിരുന്നു ആ കമ്പനിയിൽ. അവരൊക്കെ എന്നോ ബന്ധമായി പോയി. ഇവിടുന്ന് വന്നിട്ട് സാൻഡ്വിച്ച് കഴിക്കും സ്ട്രീറ്റിലെ, അതാണ് ഫുഡ്. അന്നൊന്നും ഡീലക്സ് പോയിരുന്നില്ലല്ലോ. ലക്സ് പോന്നില്ല. ഡീലക്സ് ഒക്കെ രംഷേട്ടന് ലക്ഷറി ആയിരുന്നു, ലക്ഷറി അല്ല, 5 സ്റ്റാർ ആയിരുന്നു. അന്നത്തെ പണ്ടത്തെ അത് വന്നത് 20 കൊല്ലം മുന്നേ. സാൻഡ്വിച്ച് ഒക്കെ തന്നെയാണ് അന്നത്തെ ഫുഡ്. ഇന്നിപ്പോ ഇതൊക്കെ വന്ന് ഓർമ്മിക്കാൻ ഒരു മധുര ഓർമ്മകളായ, മധുര ഓർമ്മകളല്ല, അതാണ് ഇഷ്ടമല്ല വർഷങ്ങളും. ആ വർഷങ്ങളൊക്കെ ഭയങ്കര ഒരിക്കലും ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, നല്ല ഓർമ്മകളൊന്നും ഇല്ല. അത് നൊസ്റ്റാൾജിയ എന്ന് പറയാൻ പറ്റില്ല. നമ്മളിങ്ങനെ പറയില്ലേ പണ്ട് പോയ നൊസ്റ്റാൾജിയ, പണ്ട് ലൈഫ് പണ്ടത്തേക്ക് ട്രാവൽ പോകണ്ട. ടൈം ട്രാവൽ ഇഷ്ടമല്ല. എന്നോട് പറയും ടൈം ട്രാവലേ വേണ്ടാന്ന്. ഇവർക്ക് ഒരു 30+ ശേഷമുള്ള ലൈഫാണ് ലൈഫിൽ ഇഷ്ടമുള്ളൂ എന്നാണ് പറയാ. പക്ഷെ എന്താ വെച്ചാൽ അതൊക്കെ നമുക്ക് ഒരു ഓർമ്മകളാണ്, നമുക്ക് അറിയാൻ പറ്റുന്നത്. ഇപ്പൊ കണ്ടില്ലേ, അപ്പൊ ഞാൻ നല്ല ആൾക്കാരൊക്കെ കൂടെ വരുമ്പോ നല്ലതൊക്കെ സംഭവിക്കുന്നില്ലേ. എന്നാ ശരി, പോരും. ഞാൻ ആടുജീവിതത്തിലടക്കം കണ്ടിട്ടുണ്ട്. മറ്റേ നജീബിനെ ഇത് സഹായിക്കാൻ, ഗൾഫിലേക്ക് സഹായിക്കാൻ എത്തിച്ചിരുന്നവര് പോലും മുംബൈയിലെ ഇങ്ങനത്തെ ഇതിലൊക്കെ താമസിച്ചിരുന്ന സഹായിച്ചിരുന്ന ഒരുപാട് മിനി നജീബുമാര് വന്നിറങ്ങിയ സ്ഥലമാണ് മുംബൈയും. അതെ. അപ്പൊ ഞാൻ അതുപോലെ മുംബൈയിൽ വന്ന് ലാൻഡ് ചെയ്ത ഗള്ളിയാണിത്. ഈ ഗള്ളിയിൽ നിന്നാണ് തുടക്കം, എന്റെ തുടക്കം. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ബാക്കിൽ കാണുന്നതാണ് BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമായ കോടീശ്വരനാവാൻ ഈ സ്ട്രീറ്റിലൂടെ പണ്ട് വന്ന സമയത്ത് നടക്കുമ്പോൾ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിരുന്നു. ഈ BSE കാരണം ഇവിടെ ഈ സ്ട്രീറ്റിലൂടെ നടക്കുന്നവർ മുഴുവൻ പൈസയെ പറ്റിയും ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയും ട്രേഡിങ്ങിനെ പറ്റിയിട്ടും സ്വപ്നങ്ങൾ കണ്ടിട്ടായിരിക്കും എല്ലാവരും ഇങ്ങോട്ട് വരുന്നത്. ഈ ഏരിയയിലൊന്നും താമസിച്ച ഒരാളും പിന്നെ വേറെ എവിടെയും ബോംബെയിലത്തെ നല്ല വേറെ ഈ ഏരിയയിൽ താമസിക്കാൻ പറ്റണ്ടോ? അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഏരിയയിൽ താമസിക്കുന്നവർ പിന്നെ ലോകത്ത് എവിടെ മാടി വിളിച്ചാലും പോവില്ല. ബിക്കോസ് ഈ ഏരിയ എന്ന് പറയുന്നത് അങ്ങനെയാണ് അല്ലെ. എല്ലാവരുടെയും നമ്മളെ പോലെ ഇവിടെ നിന്ന് നമുക്ക് അങ്ങനെ താമസിക്കാൻ പറ്റില്ല. അതെ, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ താഴെയൊക്കെ താമസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കടന്ന ചിന്തയാവും അതൊക്കെ. അതെ, ഇതൊക്കെ പഴയ വീടുകളുണ്ട്, ഇതൊക്കെ പഴയ ബിൽഡിംഗ് ആണ്, പഴയ കെട്ടിടങ്ങള്. അതില് പണ്ട് അച്ഛനമ്മമാരായിട്ട് വാങ്ങിയിട്ട് ആരെങ്കിലൊക്കെ താമസിക്കുക അങ്ങനെയുള്ളതുണ്ടാവും. ഈ ഏരിയയിലെ ഏറ്റവും പ്രത്യേകത, ഏറ്റവും ഭംഗി എന്ന് പറഞ്ഞാൽ പണ്ട് ബ്രിട്ടീഷുകാർ വന്നിട്ടുള്ള ആ ഒരു ടൈപ്പ് ഓഫ് ബിൽഡിങ്സ് തന്നെയാണ് ഇപ്പോഴും നിലനിർത്തി പോരുന്നത്. അപ്പൊ അതിന്റെ ഒരു ഭംഗി ഉണ്ട് ഇവിടെ അല്ലെ. അതിന്റെ ഒരു ഭയങ്കര ഒരു റോയൽ ലുക്ക് ഉണ്ട് ഇവിടെ. അങ്ങനെ നമ്മളിതാ വന്ന് നിൽക്കുന്നത് BSEയുടെ മുന്നിലാണ്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ മുന്നിൽ. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ടാണ്, ഇവിടെ ഓഫീസ് ഇല്ലാത്തതുകൊണ്ടാണ് വലിയ തിരക്കില്ലാത്ത. അതേപോലെ ഈ സൈഡിലുള്ള ഷോപ്സ് ഒക്കെ ക്ലോസ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വൻ തിരക്കായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നിനക്ക് തോന്നുന്നതല്ല, അങ്ങനെ തന്നെയാണ്. ഞാൻ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊന്നും രാവിലെ വരാറില്ലല്ലോ, എനിക്കറിയില്ല. ഇവിടെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. ഇവിടെ ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായ കാരണം ഇപ്പൊ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അവിടെ ചെന്ന് അങ്ങനെ ആ ഏരിയയിൽ പോയി അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പാടില്ല. പുറത്തുനിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം. എന്നിട്ട് പ്രത്യേകിച്ച് എന്തപ്പോ രംഷേട്ടനൊക്കെ വലിയ ഇഷ്ടമാണ് തോന്നുന്നു. ഞാനൊക്കെ ഒന്ന് തൊഴിൽ ഇവിടെ വന്ന ഞങ്ങളൊക്കെ ഒന്ന് തൊഴുന്ന സ്ഥലമാണ്. നമ്മുടെ ബായി അമ്പലത്തിൽ പോയി തൊഴുന്ന പോലെ ഇവിടെ വന്ന് ഒന്ന് തൊഴു. എന്തിനാണെന്ന് ചോദിച്ചാൽ അറിയില്ല. ഓരോ ദിവസം രാവിലെ എണീക്കുമ്പോ നല്ലതാവണ്ടേ അല്ലേ. അതെ, ഇന്നത്തെ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. നല്ലതാവാൻ വേണ്ടിട്ട് ഒന്ന് പ്രാർത്ഥിക്കും. അപ്പൊ ഞാനൊന്ന് വന്നിട്ട്
ഒന്ന് വലം ചുറ്റി. ഇത് നമ്മള് ആക്ച്വലി പറഞ്ഞു തരുന്നത് മുംബൈയിലുള്ളവർക്ക് വേണ്ടിയിട്ടല്ല. കാരണം ഇവിടെ ദിവസം ഒരുവിധം എല്ലാവരും രാവിലെ ഇവിടെ ജോലിക്കില്ല, ഈ ഏരിയയിൽ ജോലിക്ക് വരുന്നവർ, ഔട്ട് ഫോർട്ടിൽ ജോലിക്ക് വരുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഇപ്പൊ ദിവസം ഇതിന്റെ മുന്നിൽ കൂടെ പോകുമ്പോൾ വലിയ ഇതുണ്ടാവില്ല. പക്ഷെ നമ്മൾ കാണാൻ വരുമ്പോ, നമ്മൾ മുംബൈ കാണാൻ വരുമ്പോ ഇതൊക്കെ ഒന്ന് കവർ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. പണ്ട് നാട്ടിലേക്ക് പോകുമ്പോ നമ്മള് പണ്ടൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഈ ന്യൂസിന്റെ ലാസ്റ്റ് ഈ ഫോട്ടോ വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് ഇത് എന്താണ് ഈ സാധനം ബിൽഡിംഗ് എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. പിന്നെയാണ് അത് മനസ്സിലാക്കണം. ഓക്കെ, അത് BSCയുടെ ബിൽഡിംഗ് ആണ്. പിന്നെ ഇവിടെ ലൈബ്രറി ഉണ്ട്, മ്യൂസിയം ഉണ്ട്, അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പൊ അതൊക്കെ കാണാൻ ഒരു പ്രാവശ്യം കാണാനുള്ളതാണ്. നമ്മൾ ഈ സ്ട്രീറ്റിൽ നിങ്ങൾക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ ആ ഒരു ഇതുണ്ടാവും. സ്വപ്നോട് ചോദിക്കരുത് എന്തിനാണ് ഇവിടെ ഈ സ്ട്രീറ്റിൽ ഉള്ളത്. ഞാൻ പറഞ്ഞു എന്റെ ദൈവം, എന്റെ വിവരമില്ലായ്മയൊക്കെ ഇതിലൂടെ എല്ലാവരുടെ അടുത്ത് പറയും. ഞാൻ പറഞ്ഞില്ല, ഞാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് വളരെ ഒരു ശത്രുതയല്ല. ഞാൻ പ്രത്യേകിച്ച് എനിക്ക് ഈ വക ഫിനാൻസ് ഇൻവെസ്റ്റ്മെന്റ് എന്റെ മാനേജറാണ് രംഷേട്ടൻ. എന്റെ എല്ലാ ഫിനാൻഷ്യൽ കാര്യങ്ങളും നോക്കുന്ന ആളാണ്. സോ എന്താണ്, അതുകൊണ്ട് എനിക്ക് ഇതിനെ പറ്റി ഒന്നും തന്നെ അറിയില്ല. അങ്ങനെ പറയാൻ പാടില്ല എന്നാ പറയാ അല്ലേ. പക്ഷെ ഞാൻ കുറച്ച് വീക്കാണ്. പഠിക്കും, സമയമെല്ലാം നമ്മൾ പഠിക്കും. ഈ പുള്ളി എന്നും ഉണ്ടാവണേ എന്നുള്ളതല്ലേ നമ്മുടെ പ്രാർത്ഥന. ഇവിടെ മിത്തുന്റെ ഫേവറേറ്റ് ആളുണ്ട് ഇവിടെ, കോമൺ മാൻ. അപ്പൊ ഇവിടെ വരുമ്പോ നമ്മളെ കൊള്ള സ്ത്രീകൾക്ക് ഏറ്റവും ഇവിടെ കണ്ടു കഴിയുമ്പോ നമ്മളൊന്ന് വായ പൊളിക്കുന്ന സ്ഥലമാണ്. രംഷയുടെ ഇതെന്താ സാധനം ഞാൻ പറഞ്ഞു. ഞാൻ BSc എന്താന്ന് ചോദിച്ചാൽ അതേപോലെ തന്നെ സബ്യസാചി ഞാനിത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആർക്കും തന്നെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് നമ്മളെ പെണ്ണുങ്ങൾക്ക് സബ്യസാചിയുടെ ഇതിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ദീപിക പദുക്കോണിന്റെ, ആലിയ ഭട്ടിന്റെ എല്ലാവരുടെയും വെഡിങ്, ഫുൾ സെലിബ്രിറ്റി വെഡിങ് സാരീസ് നമുക്കും വാങ്ങിക്കാം കേട്ടോ. സെലിബ്രിറ്റീസിന് മാത്രമല്ല, നമുക്കാണെങ്കിലും വെഡിങ് സംഭവങ്ങൾ വാങ്ങിക്കാം. അവരുടെ ഒരു ബെൽറ്റ് ഉണ്ട്, അതിപ്പോ ഒരുവിധം എല്ലാവരും വാങ്ങിക്കേണ്ടതാണ്. അത് അപ്പൊ സബ്യസാചിയുടെ സ്റ്റോറാണ് ഇത്. എന്തൊരു പ്രൗഢിയ, പുറത്തുനിന്ന് തന്നെ രാജകീയ പ്രൗഢി. അപ്പൊ അതിന്റെ ഉള്ളിൽ എന്ത് രസമായിരിക്കില്ലേ. എനിക്ക് സബ്യസാചിയുടെ ഒരു ഡ്രസ്സ് വേണമെന്ന് ഭയങ്കര ആഗ്രഹം. വെറുതെ ഞാൻ പറഞ്ഞത് ഇത് എന്താണെന്ന് എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഇതൊന്നും അറിയേണ്ട ഒരു ആവശ്യമില്ല. കല്യാണം സ്വന്തം കല്യാണൊക്കെ ആണെങ്കിൽ നോക്കായിരുന്നു, അല്ലെങ്കിൽ 1 ലക്ഷത്തിൽ ആവുള്ളൂ തോന്നുന്നു. ഞാനിപ്പോ ഒരു സ്വപ്ന ലോകത്ത് പോയി തിരിച്ചു വന്നു. സബ്യസാചിയുടെ ഉള്ളിലേക്ക് പോയി. നിങ്ങൾക്ക് ബ്ലോഗ് കാണിച്ചു തരാൻ പറ്റില്ല, ബിക്കോസ് അതിന്റെ ഉള്ളിൽ അലൗഡ് അല്ല. ഇനി അത്രയും ഒരുപാട് അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ എടുത്തിട്ട് എപ്പോഴാ കിട്ടാന്നൊന്നും അറിയില്ല. അപ്പൊ വിചാരിച്ചു ചുമ്മാ ഒന്ന് കണ്ടിട്ട് നമുക്ക് വരാലോ എന്നുള്ളത്. രംഷേട്ടൻ എന്താ പറയാനുള്ളത്? രംഷേട്ടൻ ഞെട്ടിക്കുമ്പോ രംഷേട്ടൻ അറിയണ്ടതില്ല, ഇതാരയാള് രംഷേട്ടൻ എന്ത് സബ്യസാചി അതറിയണ്ട. പക്ഷെ അതിന്റെ ഉള്ളിലുണ്ടല്ലോ 2-3 നിലയായിട്ടാണ്. ഒരു നില ഫുൾ സാരി, ഒരു ഫ്ലോർ ഫുൾ ജ്വല്ലറി, പിന്നെ നമ്മുടെ ഇന്റീരിയർ സംഭവങ്ങൾ. നമ്മളിങ്ങനെ കണ്ണിങ്ങനെ തള്ളിപ്പോയി എന്ന് പറയില്ലേ. ഓ എന്റെ അമ്മോ, ഒരു രക്ഷയില്ലേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വന്ന് ചുമ്മാ കാണണമെങ്കിൽ ഒന്ന് വന്ന് കാണാം. ബെൽറ്റും ബാഗും ഒക്കെ നമുക്ക് വാങ്ങിക്കാം, ബിക്കോസ് ഒരു 55,000 നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ആർക്കെങ്കിലും ആലോചിക്കണമെങ്കിൽ ആലോചിക്കാം. സാരി ലെഹങ്ക സ്റ്റാർട്ടിംഗ് 5 lakh ആണ്. ഞാൻ ചോദിച്ചു, കിട്ടു സംഭവം എല്ലാത്തിലും. ആ സബ്യസാചിയുടെ ഒരു യൂണീക്നെസ് ഉണ്ട്. സാരി, ബനാറസി സാരി നമ്മൾ ദീപിക പടുക്കോണൊക്കെ ഇട്ടില്ലേ, സെയിം സാരി കണ്ടു. ഒരു ഒലീവ് ഗ്രീൻ കണ്ടു, റെഡ് കണ്ടു. സ്റ്റാർട്ടിംഗ് 2 lakhs ആണ്. പിന്നെ അവിടെ നിന്ന് കണ്ടുള്ളത് ഞാൻ നോക്കിയില്ല. നല്ല ഭംഗിയുണ്ട്, ചുമ്മാ കാണാലോ. പക്ഷെ അല്ലെ, ആ ഒരു അതിന്റെ ഉള്ളിൽ അവർ ചെയ്ത അറേഞ്ച്മെന്റ്സ്, ആ ഒരു സെറ്റ് ചെയ്ത ഒരു ക്ലാസ് ഫീല്, പിന്നെ ഡ്രസ്സുകൾ ഓരോ രക്ഷയില്ല കേട്ടോ. ഭയങ്കര ഭംഗിയുണ്ട്. എനിക്ക് ലഹങ്ക കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. മീൻസ് എന്താ പറയാ, കണ്ണ് തള്ളിപ്പോയി. കുറച്ചു നേരത്തേക്ക് കുബേര സിനിമയിലെ ദിലീപിനെ പോലെ പോലെ നമ്മളും കുബേര സിനിമ ദിലീപിനെ അല്ലാതെ ശരിക്കുമായിരുന്നു. ഇത് നമ്മളാണെന്ന് സങ്കല്പിച്ചിട്ട് ഉള്ളിലിങ്ങനെ നടക്കണം നമ്മള്. 10 ലക്ഷത്തിന്റെ 20 ലക്ഷത്തിന്റെ ഒക്കെ സാരി ഇട്ടിട്ട് നമ്മൾ നടക്കാനിങ്ങനെ സങ്കല്പിച്ചാൽ മതി. മിത്തുനോട് പറഞ്ഞു, മിത്തു അറിയാതെ പോലെ നീ അതിലൊരു സാധനം പോലെ തട്ടിയിടരുത്. അതെ, അവിടുത്തെ നടക്കുന്ന സമയത്ത് അവിടെ ഭയങ്കര സംഭവങ്ങളുണ്ട്, ഡെക്കറേഷൻ, ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട്. സാരി നീ എന്താ പറഞ്ഞില്ലേ, സാരി നമ്മൾ പറയുമോ 2 ലക്ഷത്തിനൊക്കെ സാരി, 1.5 ലക്ഷം. പക്ഷെ നമ്മൾ ഇതുവരെ കാണാത്ത യുണീക് ഡിസൈൻസ് ആണ്. ലെഹങ്ക ഒരു രക്ഷയില്ല അവിടെ തൂക്കിട്ടിരിക്കുന്നത് കാണാന്. മതി സോപ്പോ, മതി പോര്. ഞാൻ രംഷേട്ടനോട് പറഞ്ഞിട്ടേ, എന്തെങ്കിലും കൺഫ്യൂഷൻ ആയിട്ട് എനിക്ക് എന്താ ഗിഫ്റ്റ് തരുന്നത് കൺഫ്യൂഷൻ ആവുന്നുണ്ട്. ജ്വല്ലറി, 1 ബാഗ്, 1 സാരി, 3 എനിക്ക് അതിൽ അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇനിയിപ്പോ അഥവാ അങ്ങനെ വല്ല വെഡിങ് ആനിവേഴ്സറിക്ക് സർപ്രൈസ് വേണമെങ്കിൽ
ഈ 3 ആലോചിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വലിയൊരു ഫാനാണ് ഞാൻ മുംബൈയില്. അപ്പൊ ഇടയിലൊന്ന് വീഡിയോ കട്ടായതെന്താ വെച്ചാൽ ഞാനിങ്ങനെ നിന്ന് സത്യസാച്ചിയെ പറ്റി പൊക്കി പറയുമ്പോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 2 പേര്, അവര് കുട്ടികളാണ്. അവരുടെ അമ്മ ഒമാനിലുള്ള ഒരു ആന്റി നമ്മുടെ സബ്സ്ക്രൈബർ ആണ്, ഭയങ്കര ഫാനാണ്. അപ്പൊ ആ കുട്ടി ഇവിടെ പഠിക്കുകയാണ്, കോളേജിൽ പഠിക്കുകയാണ്. അപ്പൊ ആ കുട്ടി വന്ന് പറയായിരുന്നു, അമ്മ എപ്പോഴും ഇങ്ങനെ പറയും, അമ്മ അവര് അന്തേരിയ താമസിക്കുന്നത്, നമ്മള് നബി മുമ്പ്, പക്ഷെ അമ്മ പറയത്ര എവിടെയെങ്കിലും വെച്ച് സ്വപ്നേനെ കാണുകയാണെങ്കിൽ എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ അവർക്ക് ഭയങ്കര ഹാപ്പിയായി. അമ്മയ്ക്ക് അയച്ചു കൊടുക്കാൻ ഫോട്ടോ ഒക്കെ കൂടെ എടുത്ത് അയച്ചിട്ട്, കുട്ടികളെ പിന്നെ അങ്ങനെ കാണില്ലല്ലോ, അവർ കോളേജിൽ പഠിക്കുന്ന കുട്ടികളെ. അപ്പൊ അതൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നു. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഡീലക്സ് അവര് വന്നോണ്ട് ആ സത്യസാജിന്ന് സൊപ്പൊന്ന് മാറിപ്പോയി, ഞാൻ രക്ഷപ്പെട്ടു. ഇനി പോരുന്ന വേഗം സൊപ്പ് ഇങ്ങനെ പോവായിരുന്നു, എനിക്ക് ഗിഫ്റ്റ് വേണം അത് വേണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചുമ്മാ പറഞ്ഞത്. അല്ലെങ്കിൽ ഇത്രക്കുള്ള വിലപിടിപ്പുള്ള ഡ്രസ്സുകളൊക്കെ എനിക്ക് ഹാർട്ടിന് വല്ലതും വരും. മീൻസ് അത് എടുക്കണവർ മോശമൊന്നല്ല കേട്ടോ, കാരണം ആ ഒരു ഇതിലുള്ളവർക്ക് അത് എടുക്കണോണ്ട് ഒരു കുഴപ്പമില്ല അല്ലെ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. പക്ഷെ ഞാനാണെങ്കിൽ അതിൽ കുറച്ച് സ്ഥലം കണ്ട് 4 ഭക്ഷണം കഴിക്കാം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. വരൂ, നമുക്ക് കുറച്ച് അടിപൊളി ഫുഡ് കിട്ടുന്ന സ്ഥലത്തേക്ക് പോവാം. പക്ഷെ കണ്ടിരിക്കേണ്ട, നിങ്ങൾ വരികയാണെങ്കിൽ എന്തായാലും കാണാതിന് പൈസ കൊടുക്കണ്ട. നിങ്ങൾ ഈ ഏരിയയിൽ വരികയാണെങ്കിൽ കണ്ടിട്ടില്ല, കാരണം നമ്മൾ എപ്പോഴും ഇങ്ങനെ പോകുമ്പോൾ കാണുന്നല്ല, നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് നമുക്ക് വീഡിയോ അലൗഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് സാധാരണ പോലെ കാണാൻ പറ്റുമെന്ന് ഒരു കുഴപ്പമില്ല. നമുക്ക് പോയി കണ്ട് വായി പൊളിച്ചു വരാം. അപ്പൊ നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കൂ. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ നടന്നലങ്ങ് ഫൗണ്ടൈൻ പ്ലാസ ഞാൻ പറഞ്ഞില്ലേ, അവിടെ എത്തി. അവിടുന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാനൊരു പഴംപൊരി, വിത്തുക്കുട്ടി രമേശേട്ടനും LIG, നമ്മുടെ നാട്ടിൽ അതിന് മൈദദോശ എന്ന് പറയും, ആ സംഭവം കഴിക്കുകയാണ്. സമയം വൈകിട്ട് 6 മണിയായി. ഞാൻ പറഞ്ഞ പോലെ ഫൗണ്ടൈൻ പ്ലാസ, അതിന്റെ തൊട്ടടുത്ത് റഹ്മാനിയ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. ഇത് 2 മലയാളികളുടെ റെസ്റ്റോറന്റ് തന്നെയാണ്. ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കൊളാബ സൈഡിലാണ് അല്ലെ. അപ്പൊ നിങ്ങൾ പറ്റുമെങ്കിൽ അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. അവിടെ നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ട് തോന്നുന്നു, കുറച്ചു കാലം മുന്നേ. അപ്പോ എന്താ, ഇനി നമ്മൾ ഇവിടുന്ന് മെല്ലെ ഇറങ്ങുമല്ലോ. നമുക്ക് വേറെ 1-2 കാര്യങ്ങളും കൂടെ ഉണ്ട്. കുറച്ച് ഷോപ്പിംഗ് ചെയ്യണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മള് അതൊക്കെ ചെയ്യും, കുറച്ച് ഷോപ്പിംഗ് വീഡിയോ എടുക്കാൻ പറ്റുമോന്നൊന്നും അറിയില്ല. അപ്പൊ തൽക്കാലം എടുത്തിട്ട് നമ്മളിങ്ങനെ രാത്രി പോകുമ്പോ നമ്മുടെ സീലിംഗിന്റെ രാത്രി കാഴ്ചകളും കൂടി ഒന്ന് കാണാം. We're gonna be 2 hearts running wild. Now the morning is the afternoon. We lay awake in bed. The laughs so loud as the hours pass. We're gonna do it all again. We wanna chase the night, wanna dance to the light, pull the stars from the sky, just 2 hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be, we're gonna be. അപ്പൊ ഇവിടെ ബക്ലാവയുടെ ഫെസ്റ്റിവൽ നടക്കുകയാണ്. കംപ്ലീറ്റ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബക്ലാവാസ് ഉണ്ട്. ഇത് ടർക്കിഷ് ആണ്. കുനാഫ എല്ലാവർക്കും അറിയാം, എനിക്ക് തോന്നുന്നു ഈ പുറമെ ഉള്ളവർക്ക് എന്തായാലും മിഡിൽ ഈസ്റ്റിൽ ഇത് ഒരുപാട് കിട്ടുന്നുണ്ടാവും. പക്ഷെ മെയിൻ ആയിട്ട് ഇത് ടർക്കിഷ് ഡിഷാണ്. ഇവിടെ എപ്പോഴും ഞാൻ ഇങ്ങനെ കഴിക്കണം എന്ന് വിചാരിച്ചതാണ് കേട്ടോ ഈ ബക്ലാവ. കുനാഫ നമ്മൾ പിന്നെ കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ബെസ്റ്റ് കിട്ടുന്നതാണ്. കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിലും സംഭവം നല്ല അടിപൊളിയാണ്. അപ്പൊ ആരെങ്കിലും ഈ ഏരിയയിൽ വരികയാണെങ്കിൽ ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ ഒരു ബക്ലാവയുടെ ഇവിടെ ഉള്ളതിൽ ഞാൻ 1 ഓർഡർ ചെയ്തിട്ടുണ്ട് വിത്ത് ഐസ്ക്രീം. അതേപോലെ തന്നെ കുനാഫ, ഒരു നോർമൽ കുനാഫ. പല വെറൈറ്റി ഓഫ് കുനാഫ ഉണ്ട്, വെറൈറ്റി ഓഫ് ബക്ലാവാസും ഉണ്ട്. അപ്പൊ ഇപ്പൊ ഫെസ്റ്റിവൽ നടക്കുന്ന കാരണം 100% വെജും ആണ് ഇവിടെ. ബാക്കിയും ഭക്ഷണം കഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നല്ലൊരു അടിപൊളി സെറ്റപ്പാണ്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം ടേസ്റ്റ്. We're gonna be 2 hearts running wild. എനിക്ക് സംസാരിക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെയുണ്ട്. അതിങ്ങനെ കഴിക്കുമ്പോൾ, കുനാഫ കഴിക്കുമ്പോൾ നമ്മളൊരു വേറെ ലോകത്തേക്ക് പോലെ അതുപോലെ. പക്ഷെ എല്ലായിടത്തും ഈ ടേസ്റ്റ് കിട്ടണമെന്നില്ല. കുനാഫ ആണെങ്കിൽ പോലും അതിന്റെ ഓത്തന്റിക് ടേസ്റ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മളിവിടെ പിസ്ത ഐസ്ക്രീം, ഇത് വാനിലയും പിസ്തയും വെച്ചിട്ട് അവർ നടുവിൽ ഇങ്ങനെ ഒരു സാൻഡ്വിച്ച് പോലെ ആക്കി തരും. കിടു 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 ടേസ്റ്റ്. ഓ, എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ഡിഷുകൾ ഭയങ്കര ഇഷ്ടം കേട്ടോ.
ഫസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അടിപൊളി. ശ്ശോ, ഇങ്ങനെ പുറത്ത് ആ ക്രിസ്പിനെസ്സും ഉള്ളിലുള്ള ആ ഒരു സോഫ്റ്റ്നെസ്സുമാണ് ശരിക്കുമുള്ള കുനാഫ. അതേ ടേസ്റ്റ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് പോവാണ്. സമയം 7:30 കഴിഞ്ഞു, 7:45 ആവാറായി. രാവിലെ പോന്നതാണ് നമ്മള്. അപ്പൊ ഇനിയിപ്പോ എന്താ, ഇനി ഇവിടെ നിന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനി നമ്മൾ സീലിംഗ്, രാത്രിത്തെ സീലിംഗ് കാഴ്ചകളും കൂടെ കാണാം. അപ്പൊ അത് കാണിച്ചു തരാം കേട്ടോ. അതുവഴി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. We wanna chase the night, wanna dance to the light. അപ്പൊ ഇതാണ് സീലിംഗിന്റെ രാത്രി കാഴ്ച. ഈ ലൈറ്റുകൾ കണ്ടോ, നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗിന്റെ പോലത്തെ 3 കളർ ലൈറ്റുകളൊക്കെയാണ്. അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ, അടിപൊളി. നല്ല തിരക്കുണ്ട്. എന്തൊരു ഉപകാരമായി ശരിക്കും പറഞ്ഞാൽ. അതാണ് നമ്മൾ എത്ര പെട്ടെന്ന് എത്തും എന്നുള്ളതാണ്. 21 കിലോമീറ്റേഴ്സോളം സീൽ കൂടെയുള്ള യാത്ര. ഇപ്പൊ രാത്രി അവിടുന്ന് മുതൽ ഈ അറ്റം വരെ നിറയെ ആളുകൾ വണ്ടി നിർത്തിയിട്ട് മുമ്പ് അത്ര ആളുണ്ടായിരുന്നില്ല. ഫോട്ടോ എടുക്കലും ഇതൊക്കെയാണ്. നിറയെ ആളുകൾ. എല്ലായിടത്തും നമ്മുടെ ഇന്ത്യൻ കൊടി പതാകയുടെ ആ ഒരു കളറ് അല്ലേ, അതിങ്ങനെ ഫുൾ സീലിംഗിൽ ഇങ്ങനെ കാണുമ്പോ അതൊരു പ്രത്യേക സന്തോഷം. ഓക്കെ, ആകാശത്തേക്കാണ് അത് ആ ഒരു ഇന്ത്യയുടെ ഫ്ലാഗിന്റെ അല്ലേ. അപ്പൊ നമ്മളിത് ആ സീലിംഗ് ഒക്കെ കണ്ടു, മുംബൈ ഒക്കെ കറങ്ങി, ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നമ്മൾ രാത്രി തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് പോവാണ്. സോ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ആരെങ്കിലും ഇനി മുംബൈയിൽ വരികയാണെങ്കിൽ, ഇവിടെ ഉള്ളവർക്ക് പിന്നെ അറിയാത്തവരാരും ഉണ്ടാവില്ല, കാരണം ഇത് നല്ല വൻ ന്യൂസ് ആയിരുന്നു. അതല്ലാത്തവരുണ്ടെങ്കിൽ ഇനി മുംബൈയിൽ വന്നാൽ നിങ്ങൾക്ക് നവി മുംബൈക്ക് വരാം. നവി മുംബൈ വഴി നിങ്ങൾക്ക് ലോണാവാലയൊക്കെ പോവാൻ, ആ സൈഡ് കുറച്ചധികം ടൂറിസ്റ്റ് ഇതുണ്ടല്ലോ. അപ്പൊ അവിടേക്കൊക്കെ പോവാണെങ്കിൽ നമ്മുടെ ഈ സീലിംഗ് വഴി വന്നാൽ ഈ സീലിംഗും നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം, നവി മുംബൈയും നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.